ഗർഭിണിയായ കാമുകിയെ കൊന്ന് കുഴിച്ചുമൂടി. കൊലപാതക വിവരം പുറത്തു വന്നത് 2 ആഴ്ച കഴിഞ്ഞു. ആന്ധ്ര ഒഡീഷ അതിർത്തിയിൽ നടന്ന കാര്യമാണ്. വിജയനഗരം ജില്ലയിലെ ഗജപതി നഗരത്തിൽ ഒഡീഷ സ്വദേശിനിയായിട്ടുള്ള യുവതിയാണ് അവളുടെ കാമുകൻ കൊന്നുകളഞ്ഞത്. എന്നിട്ട് ആ നഗരത്തിലെ പെട്രോൾ പമ്പിന് സമീപം ഒരു മാവിൻ തോട്ടം അവിടെ കുഴിച്ചുമൂടി. ഒഡീഷയിലെ കോരാപ്പൂട്ട് ജില്ലയിലുള്ള സെമിലിഗുഡയിൽ ബ്യൂട്ടീഷ്യനായി ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയാണ്. അവളുടെ പേര് ആൽബീന ഗരാഡ എന്നാണ്. 22 വയസ്സ് മാത്രമാണ് അവൾക്ക് പ്രായം. ഈ പ്രതി കാമുകനായിട്ടുള്ളത് ഒഡീഷ സ്വദേശി മോഹൻ കില്ലോ, 35കാരനാണ്. ഏതാണ്ട് 1 വർഷമായി അവർ പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അടുത്തിടെയാണ് ഈ യുവതിയുടെ കുടുംബം ഈ 2 പേരുടെയും ഈ ബന്ധത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച് അറിയുന്നത്. ഒരു ഹെൽത്ത് റിപ്പോർട്ടിൽ അവൾ പ്രഗ്നൻ്റ് ആണ്, ഗർഭിണിയാണ് എന്നുള്ള വിവരം ആ വീട്ടുകാർ കാണുന്നു. അങ്ങനെയാണ് ആ ബന്ധത്തെപ്പറ്റി അവർ ചോദിച്ചറിയുന്നതും കാര്യങ്ങൾ അറിയുന്നതും. മീന അവൾ ശരിക്കും 3 മാസം ഗർഭിണിയായിരുന്നു. മോഹൻ കില്ലോ ആവട്ടെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവും. അയാൾ വിവാഹിതനാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ആൽബീനയുമായി ഉള്ള ബന്ധം അയാൾ തുടർന്നത്. ഈ മോഹൻ കില്ലോ വിവാഹിതനാണെന്നുള്ള കാര്യം ആ പെൺകുട്ടി അറിഞ്ഞപ്പോൾ മുതൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുവരും തമ്മിൽ നിരന്തരം തർക്കമുണ്ടായി. ആ തർക്കമാണ് ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് പോലീസിന്റെ സംശയം. 14 ദിവസമായി ഈ പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു. അങ്ങനെ ആ കുടുംബം ഒഡീഷയിലെ സിമിലിഗുഡ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തി. ഓഗസ്റ്റ് 1-ാം തീയതി ഈ പ്രതിയും പോലീസിനെ കണ്ടു, പോലീസിൽ പരാതി നൽകി ഈ പെൺകുട്ടിയെ കാണുന്നില്ല എന്നുള്ളത്. അതായത് കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ അയാളും എത്തുകയാണ്. അന്നല്ല, ലക്ഷ്യം മറ്റൊന്നായിരുന്നില്ല, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുക. അതായിരുന്നു ശ്രമം. പക്ഷേ അയാൾ കാട്ടിയ ആ അതിബുദ്ധിയാണ് ചില സംശയങ്ങൾ തോന്നാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. ഒഡീഷ ആന്ധ്ര പോലീസ് സംയുക്തമായി നടത്തിയ ചോദ്യം ചെയ്യലാണ് പ്രതിയുടെ കുറ്റസമ്മതം. അങ്ങനെ മരുപ്പള്ളി ഗ്രാമത്തിലെ ഒരു മാവിൻ തോട്ടത്തിൽ കുഴിച്ചിട്ട നിലയിൽ ആ യുവതിയുടെ അഴുകിത്തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹം പൂർണ്ണമായും അഴുകിത്തുടങ്ങിയ സാഹചര്യമായതിനാൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ഇനി വിപുലമായിട്ടുള്ളൊരു പോസ്റ്റ്മോർട്ടം, DNA പരിശോധനാ ഫലം ഇവയൊക്കെ വേണം. ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളും രാസപരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. കൊല ചെയ്ത രീതി, അതിൻ്റെ കാരണം ഉൾപ്പെടെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയാൽ മാത്രമേ അതൊക്കെ വ്യക്തമാകൂ. എന്നാണെങ്കിലും ആ വിവാഹിതനാണ് എന്നുള്ള കാര്യം മറച്ചുവെച്ച് നടത്തിയ പ്രണയം, അതിനൊടുവിൽ ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു. ആ ഗർഭിണിയായ പെൺകുട്ടി വിവാഹം ഉപേക്ഷിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ കൊന്നുകളഞ്ഞു എന്നാണ് ആദ്യ നിഗമനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.